നല്ല അതിമനോഹരമായ ഒരു മൂവി, ഗംഭീര സിനിമ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ലൊരു ഫാമിലി, ഒരുപാട് വീട്ടിലൊക്കെ സംഭവിക്കുന്ന ഒരു കഥയാണ്. ഒരുപാട് ഇമോഷൻസ്. ജോജു അതിഗംഭീര, ജോജു, സുരാജ്, അലൻസിരിയേട്ടൻ, എല്ലാവരും പുതുമുഖമായിട്ട് വന്ന എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ശരൺ ഓൾസോ ബ്യൂട്ടിഫുള്ളി ഡയറക്റ്റഡ്. നല്ല മൂവി. ചിലൊരു മൊമെന്റില് ഒരിക്കലല്ലോ. കാരണം നല്ല എനിക്കിന്ന് ജോജിൻ്റെ ഇമോഷൻസ് ഒക്കെ ഭയങ്കര നമുക്ക് വർക്കാകുന്നുണ്ട്. നല്ലൊരു ഓരോ വീട്ടിലൊക്കെ. അപ്പം നടക്കട്ടെ. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണുക. നല്ല മൂവി. മൂവിയെ പറ്റി ഡീറ്റെയിൽ നല്ല കിടിലം പടം. നമുക്ക് നല്ലൊരു ഫീൽ ഗുഡ് പടം. ഫാമിലിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗംഭീര സിനിമയാണ്, അടിപൊളി സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പറഞ്ഞു ചോദിച്ചു. സിനിമയുടെ എന്താ പറയുക, സിനിമ കണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ആലോചിച്ചാൽ വല്ല കുറ്റമൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഇപ്പോൾ എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. കുറച്ച് ഇരുന്ന സമയം ഹാപ്പിയായിട്ട് ഇരുന്നു കണ്ടു. ഇനി അതിനകത്ത് അത് ശരിയാണോ ഇത് ശരിയാണോ, അതിൻ്റെ സംസ്കാരം മാറിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പടം തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മളെ എൻജോയ് ചെയ്ത് നമുക്ക് അയ്യേ എന്ന് തോന്നാത്ത രീതിയിൽ ഒരു സിനിമ 2 മണിക്കൂർ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഈ സിനിമ വിജയിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഈ ജനറേഷനിൽ നിന്ന് ഈ സിനിമ കാണുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് വർക്കാവും. നമ്മളെ പഴയ കുറേ എന്താ പറയുക 80s മൈൻഡിൽ ഇരുന്നിട്ട് ഒരു കുടുംബചിത്രം കാണാൻ നോക്കിയാൽ വെളിച്ചം വരുമ്പോൾ എണീക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ആ ബഹുമാനം അതല്ല. ഇതിനകത്ത് വേറൊരു രീതിയിലാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഫാമിലി മൂവി എന്നാണ് എനിക്ക് ഇതിനെ വിളിക്കാൻ തോന്നുന്നത്. നാരായണിയുടെ മക്കളുടെയും ചെറുമക്കളുടെയൊക്കെ കഥയായിട്ട് തന്നെ തോന്നുന്നു. ചെറുമക്കളെ മെയിൻ റോള് 2 പിള്ളേരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ എല്ലാ കഥയും നമ്മൾ ഇവിടുന്ന് പറഞ്ഞ സിനിമ കാണേണ്ട ആൾക്കാർക്ക് പെർഫോമൻസ് വൈസ് അവർക്ക് ഏരിയ ഉണ്ട്. ചെറുമക്കൾക്ക് ഏരിയ ഉണ്ട്. അവരെ ഒരു സൈഡിൽ കാണിച്ച് പോകുന്നുണ്ട്. അവരുടെ ഏരിയ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് പുതിയതാണ്. ആ പുതിയ ജനറേഷൻ്റെ സ്വകാര്യത നമുക്ക് പുതിയതല്ലേ. നമ്മളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് അറിയുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണാനായിട്ട് കുറച്ച് കൂടുതൽ എന്താ പറയുക, അവർക്ക് സ്ക്രീൻ സ്പേസ് കൂടുതലുണ്ടെന്നുള്ളത് ശരിയാണ്. പടം നല്ലൊരു ഫിലിമാണ്. എന്താ പറയുക, തിയേറ്ററിൽ മസ്റ്റ് വാച്ച് അങ്ങനെ എന്നുള്ളത് കുടുംബ പ്രേക്ഷകർക്ക് വാച്ച് ചെയ്ത് കാണാൻ പറയുന്നത് നല്ലൊരു ഫിലിമാണ്. സുരാജനായാലും അലൻസിറായാലും ജോജുവായിട്ടായാലും കറക്റ്റ് മീറ്റർ ചെയ്ത നല്ലൊരു ഫിലിം. ഒരു കാമായിട്ട് വന്ന് കൈയടി മേടിക്കുക എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല. ഒരു മാസ് ഡയലോഗോ അല്ല ആക്ഷനിലൊക്കെ നമുക്ക് കണ്ടു. ഇത് സൈലൻ്റ് ആയിട്ട് ഇന്ന് കൈയടി മേടിക്കുന്ന ഒരു നല്ലൊരു പെർഫോമൻസ് ഉള്ള നല്ല സിനിമയാണിത്. ഇതിനകത്ത് പടം മുന്നോട്ട് പോകുന്ന സബ്ജക്റ്റ് ഉണ്ട്, റിലേഷൻഷിപ്പ് എന്നുള്ളത്. പലതരം റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മുടെ സൊസൈറ്റി കാണുന്ന പല വാർത്തകളുണ്ട്. അതൊക്കെ ഈ സിനിമയിലും കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ട്രീറ്റ് ചെയ്ത രീതിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം വെച്ചാൽ വൾഗറാക്കാതെ, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫാമിലി ഓഡിയൻസിന് ഇത് കണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നല്ല മൂവിയായിരുന്നു. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയായിരുന്നു. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഇപ്പോൾ മിക്ക വീടുകളിലും നടക്കുന്ന ഒരു പ്രായമായിട്ടൊരു സ്ത്രീ ഉണ്ടാകുമ്പം മക്കളാണെങ്കിൽ ഒരു ജോലിയും കാര്യങ്ങളായി തിരക്കുക, അവർക്ക് അമ്മയെ നോക്കാനും അച്ഛനെ നോക്കാനും പറ്റാത്ത ഒരു ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു നല്ലൊരു മൂവി.